എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. നമ്മുടെ കമ്പനിയിൽ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടന്റ് WPS വഴി സാലറി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. എന്താണ് മിസ്റ്റേക്സ് എന്നുള്ളത് നോക്കാം. നമ്മുടെ കമ്പനിയുടെ വിസയിലുള്ള 2 എംപ്ലോയികളാണ് ഈ തന്നിട്ടുള്ളത്. അജയ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയിൽ തന്നെയാണ് ആൾ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ വിസയാണ്. ഓക്കെ, അജ്മൽ എന്ന് പറയുന്ന ആളുടെ വിസ നമ്മുടെ കമ്പനിയുടെയാണ്, പക്ഷേ ആൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ അസോസിയേറ്റഡ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, നെഹ LLCക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ WPS എന്തായാലും നമ്മുടെ കമ്പനിയുടെ വിസ ആയതുകൊണ്ട് 2 പേരുടെയും WPS നമ്മുടെ കമ്പനി ത്രൂ തന്നെയാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അജയ് എന്ന് പറയുന്ന എംപ്ലോയി ഉണ്ടല്ലോ, ആളുടെ എമൗണ്ട് 3854 സാലറി വരുന്നത്. അജ്മലിൻ്റെ വരുന്നത് 3485. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമ്മളുടെ അക്കൗണ്ടൻറ്റ് WPS വഴി അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഇയാളുടെ ശമ്പളം നേരെ അജ്മലിന് ഇട്ടു, അതുപോലെ അജ്മലിൻ്റെ ശമ്പളം ഇയാളുടെ പേരിലേക്ക് ഇട്ടിട്ട് WPS വഴി സാലറി ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയത് മനസ്സിലായില്ലേ? ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അജ്മലുണ്ടല്ലോ, അജ്മലിൻ്റെ സാലറി ആൾക്ക് കിട്ടിയിട്ടുള്ളത് കുറവാണ്, 369 കുറവും, ഇയാൾക്ക് 369 കൂടുതലും കിട്ടി. ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത്. ഓക്കെ, സ്വാഭാവികമായിട്ടും അക്കൗണ്ടൻറ്റ് അജ്മലായി സംസാരിച്ചിട്ട് അജ്മലിൻ്റെ നിന്ന് 369 രൂപ തിരിച്ച് കളക്ട് ചെയ്തിട്ട് CDM മെഷീൻ ത്രൂ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ജേണൽ എൻട്രി നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യാം.